ഹലോ ഫ്രണ്ട്സ്, നമുക്ക് അലീനയുടെയും മനുശങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് രേവതിക്കുട്ടിക്കാണെ വല്ലാത്തൊരു സങ്കടമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ചിന്നുമോളെക്കുറിച്ചുള്ള ചിന്തകൾ. ചിന്നുമോളെ ഒരാൾ ദത്തെടുക്കാനായിട്ട് വന്നിരിക്കുന്നു. ചിന്നുമോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിന്നുമോളെ കാണാനായിട്ട് പറ്റുമോ? ആ ഒരു ടെൻഷൻ രേവതിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് കിട്ടാൻ പോകുന്ന നല്ല ജീവിതം നല്ലതായിരിക്കും. അവൾക്ക് ഒരു അച്ഛനും അമ്മയും ഒക്കെ കിട്ടും എന്നാണ് ത്യാഗഫല സിസ്റ്ററും പറഞ്ഞത്. അവൾക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല. അവരുടെ സ്നേഹം എന്തെന്ന് അവൾ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ രേവതിക്കുട്ടിക്ക് അവളെ വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്ര എളുപ്പമുള്ള കാര്യം ആയിരുന്നില്ല. കുഞ്ഞുനാൾ മുതലേ ഏറ്റവും കൂടുതൽ രേവതിക്കുട്ടിയാണ് അവളെ നോക്കിയത്. അലീന നോക്കുന്നതിനേക്കാളും കൂടുതൽ നോക്കിയത് രേവതിക്കുട്ടിയാണ്. അപ്പോൾ രേവതിക്കുട്ടിയോടൊപ്പം കിടന്നുറങ്ങുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. ത്യാഗഫലിൻ്റെ ആണെങ്കിൽ ഇടയ്ക്ക് പോയി കാണാം. എന്തോ ഒരു വല്ലാത്തൊരു ആത്മബന്ധം രേവതിക്കുട്ടി ചിന്നുമോളും തമ്മിൽ ഉണ്ടായിരുന്നാലും ചിന്നുമോൾക്ക് രേവതിക്കുട്ടി എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അലീനെ. പിന്നെ രേവതിക്കുട്ടി ഓർത്തു, അലീന ചേച്ചിയോട് പറയണം, സംസാരിക്കണം. അലീന ചേച്ചിയും കൂടെ ചോദിച്ചിട്ട് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. നാളെ ആട്ടെ, രാത്രി വിളിച്ചാൽ ബുദ്ധിമുട്ടിക്കണ്ട. പനിയൊക്കെ അല്ലേ, കൂടെ പിടിച്ചിരിക്കുകയല്ലേ എന്നോർത്തുകൊണ്ട് രേവതിക്കുട്ടി അന്നേ ദിവസം തന്നെ അലീനയെ വിളിച്ചതുമില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ അലീന എഴുന്നേറ്റ് പോയി കുളിയെല്ലാം കഴിഞ്ഞ് താഴെ വരുമ്പോഴത്തേക്കും കൃഷ്ണയും ബബിതയും ഉണ്ടായിരുന്നു താഴെ ഹാളിൽ. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ബബിത ഇങ്ങനെ ഒന്ന് നോക്കി. ആ സമയം കൃഷ്ണമോൾ ചോദിച്ചു, ഇതെന്താ അലീന ചേച്ചിയെ എന്ന് ചോദിച്ചു. അല്ല ചേച്ചിയോട് ആരാ പറഞ്ഞത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ എന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇന്നലെ പനി നോക്കി കഴിഞ്ഞപ്പോൾ പനി ഇല്ലായിരുന്നില്ല. 98 ഡിഗ്രി പനിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 98 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരാം, അതാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കട്ടിലിൽ നിന്ന് കാല് താഴേക്ക് എടുത്ത് വെക്കല്ലേ എന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് എന്താ തോന്നിയാസം. ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. കൃഷ്ണനെ കാരണം എണീറ്റ് നടക്കാറായല്ലോ. ഇപ്പം നമ്മളൊക്കെ എന്നൊരു വിലയായിരിക്കും, പുല്ല് വിലയായിരിക്കും. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്നോർത്തിട്ടാ പതിയെ ഇങ്ങ് എണിച്ചു പോകുന്നത്. ബുദ്ധിമുട്ടോ ഞങ്ങൾക്കോ പറഞ്ഞോ ഞങ്ങളത്? കൃഷ്ണയോ അച്ഛനോ രോഹിത്തേട്ടനോ ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഇല്ല, പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ എന്ന് ചോദിച്ചു. തോന്നിയാസം കാണിക്കാനാണെങ്കിൽ കൃഷ്ണ നമുക്ക് ഇനിയിപ്പം മൈൻഡ് ചെയ്യേണ്ട, എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ് ബബിത. പെട്ടെന്ന് ബിതയുടെ അടുത്ത് വന്നിട്ട് ബബിയോട് ചേർത്ത് പിടിക്കുകയാണ്. അത് നിങ്ങൾ പിണങ്ങല്ലേ, സോറി, അത് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഇനി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് കരുതി ഇറങ്ങി വന്നല്ലേ. നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോണ പിള്ളേരല്ലേ. രണ്ടുപേർക്കും കുറച്ച് ദിവസമായിട്ട് രണ്ടുപേരും നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് കൃഷ്ണമോളോട് പറഞ്ഞു, ഇത് വല്ല ഞങ്ങൾക്ക് കഷ്ടപ്പാടാണോ? ഇനി ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല. എപ്പോഴാണെങ്കിലും ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് പഠിക്കണ്ടേ. എന്തെങ്കിലും അലീന ചേച്ചിക്ക് 2 ദിവസം വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു. ബബിതേച്ചി ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പഠിച്ചു. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, അതൊക്കെ ശരിയാണ്, അതിൻ്റെ ക്രെഡിറ്റ് അലീന ചേച്ചിക്ക് എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, ഇനി എന്തെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, വേണ്ട, കൂടെ ഒന്നും പറയണ്ട, കയറി പോകാൻ നോക്ക്, മുറിയിൽ പോയിരിക്കുക, കൃത്യസമയത്ത് ആഹാരമൊക്കെ കൊണ്ട് തന്നോളാം എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ കയറി ഇറങ്ങി നടക്കണ്ട എന്നൊക്കെ പറഞ്ഞു. കുറേ ചീത്ത പറഞ്ഞു. ഇനി അച്ഛനെ വിളിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൃഷ്ണമോളും പേടിപ്പിക്കുകയാണ്. ഇതെല്ലാം വൈജയന്തി മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വൈജയന്തിക്കാണെങ്കിൽ കണ്ണെടുത്താൽ കാണാൻ പാടില്ല. വൈജയന്തിക്ക് സഹിക്കണില്ല. കാരണം അവളെ ഇപ്പോൾ ഒരു രാജ്ഞിയെ പോലെ ഇവർ കൊണ്ട് നടക്കുന്നത്. ബബിതയും കൃഷ്ണനും ഒക്കെ അവളെ നോക്കാനായിട്ട് മത്സരിക്കുന്നു. എന്ന് വെച്ചാൽ അവൾ ആരെന്നാ അവളുടെ വിചാരം? ഇവിടുത്തെ രാജകുമാരിയല്ലേ. തൻ്റെ മക്കളെ എല്ലാം അവൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുക.
ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. വൈജയന്തി ചിന്തിക്കുമായിരുന്നു, ഇവിടുത്തെ അധികാരം അവളുടെ കയ്യിലാണ്, അവൾ ഇത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പായിക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വൈജയന്തിയുടെ മനസ്സിൽ. ഒടുവിൽ അലീന മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബബിതയും കൃഷ്ണമോളും സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് ഇറങ്ങുന്ന സമയം അലീനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതേ മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുകയോ ചെയ്യിക്കരുത്. രോഹിത്തേട്ടൻ കൃത്യസമയത്ത് തന്നെ ആഹാരം കൊണ്ടുതരും, അതൊക്കെ കഴിച്ച് മെഡിസിനൊക്കെ കഴിച്ച് മുറിയിലിരുന്നോണം എന്നൊക്കെ പറഞ്ഞു. ശരി, ഉത്തരവ് പോലെ എന്ന് അലീന പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയന്തി ഇങ്ങ് ആലോചിക്കുകയാണ്, അവളെ ഒന്ന് കാണണം, അവൾ ആരോ എന്ന് അവളുടെ വിചാരം. അലീന ഒന്ന് കണ്ട് 4 വർത്താനം പറയണം എന്നിട്ട് കരുതിയിട്ട് അലീന മുറിയിലേക്ക് വന്ന് വൈജയന്തി കഴിഞ്ഞപ്പോൾ അലീന ആദ്യം ഒന്ന് പതറി. കാരണം അതിങ്ങനെ വരാൻ വഴിയുള്ളതല്ല. വരുവാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഉടക്കം ഉണ്ടാക്കാൻ വരാറുള്ളൂ. വന്നു കഴിഞ്ഞിട്ട് വൈജയന്തി ചോദിച്ചു, അതെ, നീ ആരാ, നിൻ്റെ വിചാരം എന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, എന്താ മേഡം, ഒരു മാഡം, നീ കൂടെ എൻ്റെ മാഡം എന്നൊന്നും വിളിക്കണ്ട. ഇപ്പം നീ അല്ലേടി ഇവിടുത്തെ മാഡം, ഞാനല്ലല്ലോ, ഞാൻ ഇവിടുത്തെ വെറും അടിമ മാത്രമല്ലേ. അപ്പോൾ എന്താ വേണ്ടേടി, നീ എൻ്റെ മക്കളെ കൈയും കാലും കാണിച്ച് വശത്താക്കി. എൻ്റെ മോനും എൻ്റെ ഭർത്താവും എല്ലാം ഇപ്പോൾ നിന്നോടൊപ്പം തന്നെയാണ്, ഞാനിപ്പോൾ ഒറ്റയ്ക്ക്, ഇതിന് മാത്രം എന്താടി നിനക്കൊക്കെ ഉള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. അലീന പറഞ്ഞു, അതെ, ഞാൻ അവരെ കയ്യും കാലിലും ഒന്നും കാണിച്ചില്ല. അവർക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട്, അവർ തിരിച്ചു ആ സ്നേഹം എനിക്ക് തരുന്നുണ്ട്. പിന്നെ സ്നേഹം, എടി, ഞാൻ സ്നേഹം തന്നെ ആടി കൊടുക്കണേ. എന്നിട്ട് എൻ്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നിനക്ക് വയ്യായിക കഴിഞ്ഞപ്പോൾ നിൻ്റെ ചുറ്റും കൂടിയിരിക്കുക അവർ. ഞാൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി, എന്നെ അവർ മൈൻഡ് ചെയ്യുന്നുണ്ടോ? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതിനിപ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മേഡം. എടി നശിച്ചവളെ, നീ ഇവിടെ നിന്ന് പോയി തന്നാൽ മാത്രം മതി, അല്ലെങ്കിൽ നീ എന്നെ വീട്ടിലേക്ക് കാലെടുത്ത് എന്ന് കുത്തിയോ അന്ന് തുടങ്ങിയതിൻ്റെ ഈ കുടുംബത്തിൻ്റെ കഷ്ടകാലം. കുടുംബത്തിൻ്റെ മാത്രമല്ല, എൻ്റെയും കഷ്ടകാലം. വൈജയന്തി പറയാം, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ ഈ വീട്ടിൽ ഞാനും ഒരു ശുദ്ധി കലശം നടത്തും, ചാണകവെള്ളം അടിച്ച് ഞാൻ തളിക്കൂടി. എന്നാലേ ഈ വീട്ടിൽ പിന്നെ ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ, ഒരു ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയൊക്കെ പിശാശല്ലേ കയറിയിരിക്കണേ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, മേഡത്തിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ മേഡത്തിൻ്റെ ഒന്നും ഞാൻ കയ്യിലെടുത്തിട്ടില്ല. മാഡം അവരെ പരിഗണിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുകയാണെങ്കിൽ ആരാണെങ്കിലും വരും. അതെ, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, നീ ഇവിടെ നിന്ന് പോയി തന്നാൽ മാത്രം മതി. അലീന പറഞ്ഞു, ഞാൻ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല മേഡം, പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മേഡം എന്നെ അന്വേഷിച്ച് വരാനോ പിന്നെ പല കാര്യങ്ങളും അറിയുക കേൾക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ തേടി വരാൻ പാടില്ല എന്ന് പറയാണ്. പിന്നെ നിന്നെ തേടി വരാൻ നീ ആരാന്നാ എന്ന് വെച്ചാൽ നീ എൻ്റെ മോളാണോ? ഒന്ന് പോടി അവിടുന്ന്. നീ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാകുള്ളൂ. ഞാനിവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ മേഡത്തിൻ്റെ വെറും തോന്നൽ മാത്രമല്ലേ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നഷ്ടമുണ്ടാകാൻ പോകുന്ന മേഡത്തിന് മാത്രമായിരിക്കും, വേറെ ആർക്കും ആയിരിക്കില്ല. പിന്നെ എന്നെ കാണണമെന്ന് തോന്നിയാൽ വിളിക്കാനോ വന്നേക്കരുത്, കാണാനും വന്നേക്കരുത് എന്നൊക്കെ അലീന ഭയങ്കര ഗാഢധീരായിട്ടാണ് പറയുന്നത്. പക്ഷേ വൈജയന്തിക്ക് അതൊന്നും കേട്ടിട്ട് ഒരു കൂസലില്ല. അവളോട് ദേഷ്യമാണ് തോന്നുന്നത്. പിന്നെ നീ ആരാ? ഒരു മട്ടിലുള്ള ചിന്തയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അലീന പറഞ്ഞു, അതെ, കാലൊന്നും ഞാൻ ഇവിടെ ഉണ്ടാവത്തില്ല, എല്ലാ കാലമൊന്നും ഞാനിവിടെ ഉണ്ടാവില്ല. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകും. പക്ഷെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മാഡത്തിനായിരിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴെങ്കിലും പിന്നെ എന്തെങ്കിലും കാലത്തെ മാഡം എന്നെക്കുറിച്ച് ചിന്തിക്കും, എന്നെക്കുറിച്ച് ഓർത്ത് കരയുമെന്ന് പറഞ്ഞു. പിന്നെ കരയാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ ആരാ? ബാലേന്ദ്രൻ്റെ അല്ലേടി അപകസന്ധി അല്ലേന്നോ? അല്ലേടി, നീ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത അങ്ങോട്ട് പറയാണ് വൈജയന്തി. അലീന കൂടുതലൊന്നും പറയാൻ പോയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവില്ല ആ പെൺപിള്ളയ്ക്ക്. പക്ഷെ അലീനയുടെ ചില വാക്കുകൾ വൈജയന്തിയുടെ മനസ്സിൽ കൊള്ളുന്നുണ്ട്. ഇവൾ ഇത്രമാത്രം ഉറപ്പോടെ പറയണമെങ്കിൽ എത്രയൊക്കെ ആയിട്ടും കാര്യങ്ങളിൽ നിന്ന് കാറ്റ് പിടിച്ച പോലെ അഴിയാൻ നിൽക്കുന്ന ഒരു ചിന്തയൊക്കെ ആയിരുന്നു വൈജയന്തിയുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജയന്തി അങ്ങോട്ട് പോയി.
അലീന എനിക്ക് നല്ല സങ്കടമായി. കുടുംബത്തിൽ എല്ലാവർക്കും മാറ്റം ഉണ്ടായി എന്നിനേറെ പറയുന്നു. ബബിത പോലും മാറി. ബബിതയ്ക്കൊന്നും ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേയല്ല. ബബിത മാറി, രോഹിത് മാറി, എന്നിട്ടും മേഡത്തിന് മാത്രം ഒരു മാറ്റവും ഒരു കുലുക്കവും. തൻ്റെ അമ്മയാണ് എന്നല്ലെങ്കിലും നാളെ തന്നെ തിരിച്ചറിയായിരിക്കും. ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മയോട് കിട്ടണമെന്ന് പ്രതീക്ഷിച്ചാൽ ഞാനിങ്ങോട്ട് ഓടി വന്നേ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അതിന് ജന്മത്തിൽ ഉണ്ടാവുമോ എന്ന് പോലും അറിയത്തില്ല. എന്തെങ്കിലും കാലത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരുടെ പ്രതികരണം? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടമായി കേട്ടോ. അങ്ങനെ അലീന ഇരിക്കുന്ന സമയത്താണ് രേവതിക്കുട്ടിയുടെ ഫോൺ കോൾ വരുന്നത്. രേവതിക്കുട്ടി അലീനയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. അതിനുശേഷമാണ് രേവതിക്കുട്ടി ആ കാര്യം പറയണേ. അതെ, എന്നെ തലി വിളിച്ചിട്ടുണ്ടായിരുന്നു. ചിന്നുമോളുടെ കാര്യത്തെക്കുറിച്ച് നീനുമോളെ അന്വേഷിച്ച് ചിന്നുമോളുടെ ദത്തെടുക്കുന്ന വേണ്ടിയിട്ട് ഒരു ആൻറ്റി അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എന്നോട് സിസ്റ്റർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്താ അലീന ചേച്ചി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അലീനയ്ക്ക് ഒരു നിമിഷം വല്ലാത്തൊരു ടെൻഷനായി. അലീന ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചിന്നുമോൾക്ക് ഒരു അച്ഛനും അമ്മയും കിട്ടുക എന്ന് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവർ ദത്തെടുക്കുന്നത് കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞാലും കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടായിട്ടെങ്കിലും അവർ കാണിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ എതിർക്കും. കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാണാനും പറ്റില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. രേവതിക്കുട്ടി ചോദിച്ചു, എന്താ ചേച്ചി ചെയ്യേണ്ടത് പറ. ചേച്ചി എന്നൊന്നും മിണ്ടാത്ത എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് എന്ന്. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു രേവതിക്കുട്ടി. കരയുമ്പോഴേക്കും അലീന സമാധാനിപ്പിക്കുക കേട്ടോ. നീ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമല്ലോ. നല്ലതല്ലേ അവളെ പഠിപ്പിക്കുകയും സ്വന്തം മോളെ പോലെ കരുതുകയും ചെയ്യുന്നതാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടല്ലേ. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ നന്നായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അവൾക്കൊരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കൊടുക്കാൻ നമുക്ക് എന്തായിട്ടും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അവർ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് രേവതി കുട്ടിയെ സമാധാനിപ്പിക്കുക കേട്ടോ. പനി കുറയട്ടെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് വിളിക്കാം, അവരെ കാണാം എന്നൊക്കെ പറഞ്ഞ് രേവതി കുട്ടി സമാധാനിച്ചു. കോൾ കട്ട് ചെയ്യുക എന്നപ്പോഴും ആ സമയത്ത് അലീനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത ഒരു ബുദ്ധിമുട്ട്. ചിന്നുമോളെ നഷ്ടമാവുമോ, പിന്നെ കാണാൻ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നു. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.